ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നോൺ വെജ് വിഭവമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള പുറപ്പാടിനായിട്ടൊരു കോഴിയുടെ ഫ്രോസൺ കോഴിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിനെ ഒന്ന് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. അതിൻ്റെ തൊലിയൊക്കെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. സ്കിൻ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അതും സ്കിൻ ഒഴിവാക്കിയിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണണേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അത് ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം സ്കിന്നൊക്കെ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ പീസസും നല്ല ഇങ്ങനെ കട്ട് ചെയ്ത പീസസ് എല്ലാം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് ഒന്നുകൂടി വരഞ്ഞെടുക്കുകയാണ് എല്ലാം. ഇനി ഇങ്ങനെ വരഞ്ഞെടുത്ത ചിക്കൻ പീസസിനെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കണം. അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഇളക്കി പീസസിൽ കുറച്ച് സമയം നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ പീസസിലേക്കൊക്കെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ നാരങ്ങ നീരും ഉപ്പും കൂടെ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ആ സമയത്ത് മറ്റ് മസാലകളുടെ ജോലികളിലേക്ക് പോകാം. അപ്പോൾ ഇതിങ്ങനെ യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ. മസാല തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണോളം തൈര് ഒഴിച്ചു. ഇനി ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആ കൂട്ടത്തിലേക്ക് തന്നെ 1 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ചേർത്തു. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കുന്നു. ഇനി കുറച്ച് കസ്തൂരി മേത്തി അത് ഒന്ന് നന്നായിട്ട് കയ്യിലിട്ട് തിരുമ്മി പൊടിച്ചതിന് ശേഷം അതും കൂടി ചേർക്കണം. കസ്തൂരി മേത്തിയുടെ പൊടിയും കൂടെ ചേർത്ത് പിന്നീട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കും. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി. ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാണാനും ഭംഗിയുണ്ട്, അതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേകതയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് ഈ മസാലയിലേക്ക് എല്ലാം മുക്കി തേച്ച് പിടിപ്പിക്കണം. മസാല എല്ലാം ഈ ചിക്കൻ പീസസിലേക്ക് ആക്കി എടുക്കണം. നമ്മളിന്ന് ചിക്കൻ ഓവനിൽ വെച്ചാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓവനിൻ്റെ മുകളിലത്തെ റാക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഈ ഓയിലും എല്ലാം വീണാൽ അതിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതായത് ബട്ടർ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. അലുമിനിയം ഫോയിൽ പേപ്പറും വയ്ക്കാം. ഇപ്പം നമ്മളിവിടെ ബട്ടർ പേപ്പറാണ് വെച്ചത്. ഇനി ഓവൻ ഒരു 200 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുകയാണ്. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയമായിട്ടുണ്ട്. നമുക്ക് ഓവൻ തുറന്ന റാക്ക് എടുത്ത് അതിലേക്ക് ചിക്കനൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ റാക്കിൻ്റെ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഒറ്റ പ്രാവശ്യമായിട്ട് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, 2 ബാച്ചായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കിനി ഇതിനെ എടുത്ത് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 10 മിനിറ്റാണ് കേട്ടോ സമയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് ഇതൊന്ന് പുറത്തെടുത്ത് ഒന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും തിരിച്ച് വയ്ക്കുകയാണ്. മറിച്ച് അതുമാത്രം ഇതിൻ്റെ പുറത്ത് ഓയിലോ നെയ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതിന് ശേഷം വീണ്ടും വെച്ച് കൊടുക്കണം.
വീണ്ടും ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അടുത്ത 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ ഏകദേശം ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്, നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് നെയ്യ് അങ്ങനെന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും കുറച്ച് സമയം കൂടി ഇത്തിരി സമയം കൂടി വയ്ക്കുകയാണ്. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അതിനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഉള്ളത്. ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടി ഇതുപോലെ ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി ഓവനിൽ ചെയ്യുന്ന ഇതേ ഇത് തന്നെ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചും ചെയ്യാൻ പറ്റും കേട്ടോ. അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഓവനോ എയർ ഫ്രയറൊക്കെ ഉള്ളവരൊന്ന് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന്. താങ്ക് യു.